ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പതുപോലെ സാറ്റർഡേ എൻ്റെ അവധി ദിവസം എത്തി. അപ്പം ഇന്നാണ് നമ്മൾ പതുപോലെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പകലിന്ന് വീട്ടിൽ കുറച്ച് പണികളെല്ലാം ചെയ്ത് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒരു മണിക്കൂർ കിടന്നു. എന്നിട്ട് നമ്മൾ വേഗം സന്ധ്യ ആവുന്നതിന് മുമ്പ് പോകാമെന്ന് വിചാരിച്ചു. ഒരു 5 മണിയോടുകൂടി നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ ഓരോന്ന് എടുത്തൊക്കെ വന്നപ്പോഴത്തേക്ക് 5 മണിയായി. വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള പെട്രോൾ പമ്പിൽ കയറി വണ്ടിക്കുള്ള പെട്രോൾ ആദ്യമേ അടിച്ചു. നമുക്ക് ദോഹയിൽ നിന്ന് ലുസൈൽ വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ആദ്യമേ ചെയ്തിട്ട് അങ്ങ് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന സൈഡിലൊക്കെ നല്ല ഭംഗിയാണ്, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഒന്ന് വീഡിയോയിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഈ ഈന്തപ്പനകൾ നിൽക്കുന്ന കാണുമ്പോഴേ നമ്മുടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ തെങ്ങ് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല കാറ്റും നല്ല തണലും ഒക്കെ ഉണ്ട്. നടന്നു പോകുന്നവർക്കൊക്കെ നമുക്ക് നല്ലതാണ്. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണും, വീഡിയോയ്ക്ക് ആണെങ്കിലും നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് അതെല്ലാം എടുത്തു. നമ്മളുടെ കത്താര ഹിൽസ് എത്തിയിട്ടുണ്ട്. കത്താര ഹിൽസ് അടിപൊളിയാണ്, നിങ്ങൾക്കറിയാമല്ലോ, അടിപൊളിയാണ്. നമ്മുടെ കത്താര ഹിൽസ് തന്നെയാണല്ലോ നമ്മുടെ കത്താര കൾച്ചറൽ വില്ലേജ്, അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലുസൈലിലേക്ക് എത്തുകയാണ്. അത്യാവശ്യം ദൂരമുണ്ട്, എന്നാലും നമുക്ക് വീഡിയോയ്ക്കകത്തൊന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മുടെ ഖത്തറിൽ സമ്മർ വെക്കേഷനാണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഈവനിങ് ഫ്രീ ആയിട്ടുള്ള പേരൻസിനെ കുട്ടികളെയും കൊണ്ട് വരാനും അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ്. പുതുതായിട്ട് തുടങ്ങിയ ഒരു പാർക്ക് കൂടിയാണ് കേട്ടോ. ഇതൊക്കെ ദോഹയിൽ കുറച്ച് മുമ്പോട്ട് വരുമ്പം ലുസൈലിലാണിത് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ദോഹയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയാൽ ഇങ്ങോട്ടേക്ക് വന്ന് ഒരു 2-3 മണിക്കൂറൊക്കെ ധാരാളമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ്. അപ്പോൾ ഈവനിങ് ടൈമിൽ എല്ലാവർക്കും ഫാമിലിയായിട്ട് തന്നെ പോരാം, ഒരു ട്രിപ്പ് ആവും. അടിപൊളിയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് ഈവനിങ് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഓൾറെഡി ഇറങ്ങിയത്. അവിടെ നമുക്ക് വേറെ എങ്ങും നിർത്തേണ്ട വന്നില്ല, നേരെ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞാൻ ഇവിടുത്തെ നമ്മുടെ ബ്രിഡ്ജുകളും എല്ലാ കാര്യങ്ങളും അണ്ടർഗ്രൗണ്ട് കൂടെ ഉള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. കാരണം അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം അതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലുസൈലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ലുസൈലിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണ്, നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ബിൽഡിംഗ്. ട്വിൻ ടവർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം നമ്മൾ ലുസൈലിലെത്തി. അപ്പോൾ വേഗം നമുക്ക് പാർക്കിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ ദോഹയുടെ പുതിയ നല്ല വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്താം. ഈ ഒരു വാട്ടർ പാർക്ക് മെറിയൽ വാട്ടർ പാർക്കാണ് കേട്ടോ. ഈ വാട്ടർ പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ മജുറ അൽസൈൽ പാർക്ക് വരുന്നത്. നമ്മുടെ കത്തേഫാൻ ഐലൻഡിൻ്റെ നോർത്ത് സൈഡ്, ലുസൈലിലുള്ള കത്തേഫാൻ ഐലൻഡിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത്. വിശാലമായിട്ടുള്ളൊരു വലിയ പാർക്ക് കേട്ടോ. നമുക്ക് എവിടെ പോകണം, എങ്ങോട്ട് ഓടണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇരിക്കാനും ഓടാനും ചാടാനും നടക്കാനും സൈക്കിൾ ട്രാക്കും അങ്ങനെ എന്ന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പിന്നെ പ്രെയർ റൂമുണ്ട്, പിന്നെ നല്ല റെസ്റ്റ് റൂമുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അവിടെ സൈഡിൽ കണ്ട പടിക്കെട്ട് കണ്ടില്ലേ, നമുക്ക് പടിക്കെട്ടിൽ പോയിരിക്കാം. അങ്ങനെ എല്ലാത്തിനും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ ധാരാളം സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചാലും മതി. അങ്ങനെ വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു പാർക്കാണ്. ഏകദേശം പണികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റ് റൂമും കാര്യങ്ങളും എല്ലാം അതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. പിന്നെ ഫുഡ് കൗണ്ടേഴ്സും അവിടെ ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതൊക്കെ ഓപ്പണായിട്ട് അതൊരു വേറൊരു വൈബായിരിക്കും കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിൽ കൂടി കയറിയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലെത്താം. നല്ല ഒരു നമുക്ക് നടക്കാനാണെങ്കിലും നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്ക് സമാധാനമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്, എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീക്കെൻഡ്സ് നോക്കിയിട്ട് ഫാമിലിയായിട്ട് വന്ന് അടിച്ച് പൊളിച്ചോളൂ. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അത്. ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന ഒരു പാർക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള തുളിപ്പിൻ്റെ ഒരു പാർക്കെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ വീഡിയോസൊക്കെ, അതും ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, നമ്മൾ അവിടേക്കാണ് ഈ നടന്നെത്തുന്നത്. നമുക്ക് നടന്നാൽ ക്ഷീണിക്കുകയോ ഒന്നും ചെയ്തില്ല, നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലം കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാം. അതിന് മാത്രമുണ്ട്
അത്രയും വലിയൊരു പാർക്ക് തന്നെയാണ്. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ദേ അവിടെ നിന്നാണ് നമ്മൾ ഈ ബ്രിഡ്ജ് നടന്ന് ഇപ്പുറത്തെത്തിയെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ദേ നമ്മൾ നമ്മുടെ ഈ ഒരു തുളുപ്പിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ നടന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി. അവിടെ അത്യാവശ്യം അവിടെ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഈവനിങ് ടൈമിലായതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് സന്ധ്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല ഒരു ഡേ ലൈറ്റിലുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ചെന്ന് നമ്മൾ ഫ്രീ ബേർഡായിട്ടൊക്കെ നമ്മൾ ഓടി നടക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു സ്പോട്ട് നോട്ട് ചെയ്തോളൂ. ഇത് ഇത്രയും വിശാലമായിട്ടുള്ള വലിയൊരു പാർക്ക്. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ വീക്കെൻഡ്സ് ഇവിടെ അടിച്ച് പൊളിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു സാറ്റർഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ലുസൈലിനോട് ബൈ പറഞ്ഞ് നേരെ ദോഹയിലേക്ക്. അപ്പം വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വരാം. അതുവരെ ബൈ.